കാസർഗോഡ് സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സത്യസായി പ്രേമവാഹിനി രഥയാത്ര 28-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സത്യസായി സേവാ സംഘടന സംഘടിപ്പിക്കുന്ന സത്യസായി പ്രേമവാഹിനി രഥയാത്ര 28-ന് ആരംഭിക്കും. ജില്ലയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. ജില്ലാ അതിർത്തിയിൽ ബീരച്ചേരി റെയിൽവേ ഗേറ്റ് ഒളവറ വെച്ച രഥത്തെ ഭാരവാഹികളും ജനങ്ങളും സ്വീകരിക്കും. 10:45-ന് രഥം തൃക്കരിപ്പൂർ ടൗണിലേക്ക് യാത്ര തിരിക്കും. 11 മണിക്ക് പബ്ലിക് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് എത്തിച്ചേരും. 11-നും 12-നും ഇടയ്ക്ക് സ്വീകരണം നൽകും. 12 മണിക്ക് അടുത്ത സ്വീകരണ സ്ഥലമായ ചീമേനിയിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് രഥം ചീമേനി മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഈ മീറ്റിംഗ് വിളിച്ചതിന്റെ കാര്യം വരുന്ന ഞായറാഴ്ച, അതായത് 28-ാം തീയതി ശ്രീ സത്യസായി ബാബ നിങ്ങൾക്ക് പരിചയമുണ്ട്. ലോകമൊട്ടുക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാമി 85 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 2011 ഏപ്രിൽ 24-ന് ശരീരപ്പെട്ടു. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. ഈ 2025 ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനത്തിന്റെ അവസരമാണ്, ശതവാർഷിക വർഷമാണ്. അപ്പൊ അത് നവംബർ 23-നാണ് 100 വർഷം ആവുന്നത്. ഇന്ത്യ ഒട്ടുക്കും വളരെയധികം പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് ഇത് പ്രമാണിച്ചിട്ട്. സ്വാമിയുടെ കാര്യം നിങ്ങൾക്കറിയാം. സാധാരണ ഒരാള് ശരീരം വിട്ടു കഴിഞ്ഞാൽ ലോകം മറക്കും, അല്ലേ? പക്ഷേ സത്യസായി ബാബ ശരീരം 15 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ യശസ്സും കീർത്തിയും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. 2 മണിക്ക് ചീമേനി സമിതി സ്വീകരണം കഴിഞ്ഞ് പെരിയ സ്വീകരണ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങും. 3:30-ന് പെരിയ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ എത്തും. 3:30-നും 4:30-നും ഇടയിൽ രഥത്തിന് പെരിയ കല്യോട്ട് സമിതി സ്വീകരണം നൽകും. 4:30-ന് അടുത്ത സ്വീകരണ സ്ഥലമായ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലേക്ക് യാത്ര തിരിക്കും. 5 മണിക്ക് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. 5:30-ന് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ എത്തിച്ചേരും. 5:30-നും 6:45-നും ഇടയിൽ രഥത്തിന് കാഞ്ഞങ്ങാട് സമിതി സ്വീകരണം നൽകും. 6:45-ന് സ്വീകരണം കഴിഞ്ഞ് ആനന്ദാശ്രമത്തിലേക്ക് യാത്ര തിരിക്കും. വാർത്താ സമ്മേളനത്തിൽ AM പ്രഭാകരൻ നായർ, ഡോക്ടർ A സതീഷ്, PS ശിവപ്രസാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.